ഇന്ന് കൊൽക്കത്ത കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. കൊൽക്കത്ത ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ IPLൻ്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ടീമിന് മിനിമം 90% പ്ലേ ഓഫിലെത്തണമെങ്കിൽ 14 പോയിന്റെങ്കിലും ആവശ്യമാണ്. അതിന് താഴെയുള്ളവർ ഒരിക്കലും പ്ലേ ഓഫിലെത്തില്ല. അതായത് ഒരു ടീം മിനിമം 7 മാച്ചെങ്കിലും ജയിച്ചിരിക്കണം. നിലവിലിപ്പോൾ മുംബൈയുടെ 3 മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 3 എണ്ണത്തിലും അവർ തോറ്റത് കൊണ്ട് അവരുടെ പ്ലേ ഓഫ് സാധ്യത മങ്ങിയിരിക്കുകയാണ്. ഇനി വരുന്ന മത്സരങ്ങളിലെല്ലാം തുടർ വിജയങ്ങൾ ആവശ്യമാണ്. അടുത്ത മാച്ചും കൂടി മുംബൈ തോറ്റാൽ അവർക്കത് പണിയായിരിക്കും. പിന്നീട് പ്ലേ ഓഫിലെത്തണമെങ്കിൽ അതത്ര ഈസിയല്ല. നിലവിൽ പോയിന്റ് ഒന്നും തന്നെ മുംബൈക്കില്ല. ഡൽഹി ആണെങ്കിൽ 4 മാച്ച് കളിച്ചു കഴിഞ്ഞു. അവർക്ക് 1 പോയിന്റ് മാത്രമേ ഉള്ളൂ. കളിച്ച 3 മാച്ചിലും തോറ്റിരിക്കുകയാണ്. ഡൽഹി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പ്ലേ ഓഫിൽ എത്തില്ലെന്നത് ഉറപ്പാണ്. ഡൽഹി ടീം മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. ഇനി RCBയുടെ കാര്യം നോക്കിയാൽ RCB 8ാം സ്ഥാനത്തുണ്ട്. കളിച്ച 4 മാച്ചിലെ 3 എണ്ണത്തിലും RCB തോറ്റിരിക്കുകയാണ്. ഇപ്രാവശ്യം RCB മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. RCBക്ക് വിജയങ്ങൾ നേടാൻ സാധിക്കുന്നില്ല. ആകെ കൂടി 2 പോയിന്റ് മാത്രമേ RCBക്കുള്ളൂ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പ്ലേ ഓഫിൽ എത്തില്ലെന്നത് ഉറപ്പാണ്. ഇനി 6-7 സ്ഥാനങ്ങളിൽ SRHും പഞ്ചാബും ഉണ്ട്. 2 ടീമിനും 2 പോയിന്റേ ഉള്ളൂ. 4-5 സ്ഥാനങ്ങളിൽ ലക്നൌവും ഗുജറാത്തുമുണ്ട്. 2 ടീമിനും 4 പോയിന്റ് ഉണ്ട്. നിലവിലിപ്പോൾ 1ാം സ്ഥാനത്ത് കൊൽക്കത്തയാണ്. അവർക്ക് 6 പോയിന്റ് ഉണ്ട്. കളിച്ച 3 മാച്ചിലും കൊൽക്കത്ത ജയിച്ചിരിക്കുകയാണ്. 2ാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ കളിച്ച 3 മാച്ചിലും ജയിച്ച് 6 പോയിന്റ് ഉണ്ട്. പക്ഷേ കൊൽക്കത്തയ്ക്കാണ് നെറ്റ് റൺ റേറ്റ് കൂടുതൽ. ഇനി CSK ടീമിൻ്റെ കാര്യമെടുത്താൽ കളിച്ച 3 മാച്ചിലെ 2 എണ്ണത്തിൽ ജയിച്ചു, 1 എണ്ണത്തിൽ തോറ്റിരിക്കുകയാണ്. അതുകൊണ്ട് ചെന്നൈക്ക് 4 പോയിന്റുമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.